ഹായ് ഗൈസ്, ഞാനിന്ന് എത്തിയിട്ടുള്ളത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ്. കാണാനില്ലേ പിന്നിലെ എന്തു ടൈം! ഓ, അടിപൊളിയാട്ടാ. സൂര്യൻ നന്നായിട്ട് ഉദിക്കുന്നു, നല്ല ചൂടുണ്ട്. എങ്കിലും സവാരി ഗിരിഗിരായിട്ട് ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല ഇവിടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോ അല്ലെ, ഓരോരുത്തരും കാഴ്ചക്ക് പ്രത്യേകത എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുന്ന കാരണമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിലും ഫാമിലികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വരണം കാണണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഇത് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയാണ് വരണം കാണണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വളരെ മോശവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാ, ചാലക്കുടി വന്നിട്ട് ഞങ്ങൾ പോകുന്നത് ഈ കാണുന്നത് അന്ന് ബ്രിട്ടീഷ് രാജാവോ അവരുടെ ഒരു പത്നിക്ക് വേണ്ടി, അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, അവർക്ക് ഇവിടെ ഇരുന്നിട്ട് കാണുവാൻ വേണ്ടിട്ട് ഒക്കെ പണിതിട്ടുള്ള ഒരു ഷെൽട്ടറാണ് ഇത്. പല പ്രാവശ്യം വെള്ളം വന്നിട്ട് ഒലിച്ചു പോയി, എന്നാലും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവരുടെ നിലനിർത്തിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് അവിടെ ഇരുന്നിട്ട് അത് വീക്ഷിക്കുക എന്നുള്ള ഒരു ദീർഘദൃഷ്ടി, നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ അവരെത്രത്തോളം ഇത് സ്നേഹിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. നമ്മൾ പലപ്പോഴും അതിനൊന്നും ചിലപ്പോ വലിയ വില കൊടുക്കുന്നില്ല, പക്ഷെ അവരത് വളരെ, ഇപ്പോഴും നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നിലനിർത്താൻ പറ്റി, അത് വലിയൊരു കാര്യമാണ്. കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയാണ് നമ്മള്, വെള്ളച്ചാട്ടത്തിന്റെ കുറച്ചുകൂടെ അടുത്തൊക്കെയായിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും നമ്മളത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് പ്രകൃതി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. കാരണം പ്രകൃതി വികൃതി എന്നൊക്കെ പറയാറുണ്ട്, ഇത് വികൃതിയല്ല. നമ്മളെപ്പോഴും പറയും പ്രകൃതിനെ കുറ്റം പറയാ ചെയ്യേ, പ്രകൃതിയുടെ വികൃതികൾ എന്നൊക്കെ പറയും. ഇത് പ്രകൃതിയുടെ വികൃതി എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണിത്. നമ്മൾ പലപ്പോഴും പ്രകൃതിനെ കുറ്റം പറയാണ് ചെയ്യാറ്. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളോ ഈ പറഞ്ഞ പോലെയാണ്. അപ്പോ